വിജയുടെ സമയത്ത് നിങ്ങൾ കോളേജിൽ തരുന്ന നോട്ടുകൾ വെച്ചിട്ടോ നെറ്റിൽ നിന്ന് തപ്പിയിട്ടോ ഒക്കെയാണ് പഠിക്കുക. പക്ഷെ നമുക്ക് മിക്ക സബ്ജക്റ്റുകൾക്കും സെയിം സിലബസ് ആണ് വന്നിരിക്കുന്നത്. ഉദാഹരണം നമുക്ക് ബോട്ടണി എടുക്കാം. ബോട്ടണി HSST ബോട്ടണിയുടെ ഹായ് എവരിവൺ. ഇന്ന് നമ്മളുടെ സയന്റിഫിക് ഓഫീസർ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഡോക്യുമെന്റ് എല്ലാം അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതിയാണ് 31 ജനുവരി 2024. അപ്പൊ ഇനിയും അപ്ലൈ ചെയ്യാനുള്ള ആളുകളെല്ലാം തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ആണ് ബുധനാഴ്ച. ഓക്കെ, അപ്പോ ഒരു കാര്യം ആലോചിക്കുക, ഫിസിക്സ് കെമിസ്ട്രിക്കാർക്ക് ഡബിൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് അല്ലെ. ഡോക്യുമെന്റും കൂടെ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം രണ്ടും വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക, പഠിച്ചു തുടങ്ങുക. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് അല്ലെ, ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്കൊന്ന് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സയന്റിഫിക് ഓഫീസർ കാറ്റഗറി നമ്പർ നമുക്കറിയാലോ, പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. 633/2023 2023 അവസാനം നമുക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഈ സയന്റിഫിക് ഓഫീസർ. അപ്പോ കെമിസ്ട്രിയുടെ കാറ്റഗറി നമ്പർ 633/2023 ആണ്. ബയോളജി 634/2023 ആണ്. സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ് 635/2023 ആൻഡ് ഫിസിക്സ് 636/2023 ആണ്. അപ്പം പ്രത്യേകിച്ച് പറയാനായിട്ട് നമുക്ക് എല്ലാത്തിനും PG ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബയോളജിയിലോ PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ചാൻസ് ആണ് ഈ പറഞ്ഞ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് സർവീസ് ആണ് അല്ലെ. ഫിസിക്കൽ ഒന്നും വേണ്ടാതെ നമുക്ക് പോലീസിൽ കയറാൻ പറ്റിയ ഒരു എക്സാം ആണ്. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ എന്താണ് സയന്റിഫിക് ഓഫീസർ ആവാനുള്ള ചാൻസ് ആണ്. അപ്പൊ ആദ്യം കിടക്കുന്നത് ഫിസിക്സിന്റെ ആണ്. നോക്കിയേ, വിളിച്ചത് 30/12/2023 ലാസ്റ്റ് ഡേറ്റ്. ഇന്നാണ് 31/1/2024. വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. കാരണം മുമ്പത്തെ ലിസ്റ്റ് നിലവിലുണ്ട്. അത് ഈ വർഷം കൂടെ ഉണ്ടാവും. 2024 കൂടെ മുൻപത്തെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോ അതിനുശേഷം അല്ലെ, വളരെ എന്താണ് റെയർ ആയിട്ടാണ് അങ്ങനെ സംഭവിക്കുക. ഒരു ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. ദാറ്റ് മീൻസ് ദേ നീഡ് അല്ലെ, കുറെ കൂടെ ആളുകളെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ തന്നെ അടുത്ത എക്സാമിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ്. പ്രിപ്പയർ ചെയ്യുക. അപ്പൊ വേക്കൻസി അതുകൊണ്ടാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി കാണിച്ചിരിക്കുന്നത്. ഇപ്പോ സാലറി സ്കെയിൽ നോക്കുക, 51,400 to 1,03,000 ആണ് കിടക്കുന്നത്. കണ്ടോ? അപ്പൊ വളരെ ആകർഷകമായിട്ടുള്ളൊരു പേ സ്കെയിലാണ്. ദെൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 36 ആണ്. 36 വരെ വയസ്സുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അത് 2/1/1987 മുതൽ 1/1/2003 അല്ലെ, ഇതിനിടയ്ക്കാണ് ഈ പറയുന്ന 20 to 36 ഏജ് വരുന്നത്. അപ്പം ബാക്കി റിലാക്സേഷൻ SC OBC കാറ്റഗറിക്കൊക്കെ, SC ST OBC കാറ്റഗറിക്കും EWSനും ഒക്കെ, EWSന് ഇല്ല, ബാക്കിയുള്ള കാറ്റഗറിക്കൊക്കെ എന്താണ് റിസർവേഷൻ ഉള്ള കാറ്റഗറിക്ക് റിലാക്സേഷൻ ഉണ്ട്. ഏജ് ലിമിറ്റിൽ എന്താണ് റിലാക്സേഷൻ ഉണ്ടാവും. ദെൻ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. ബാക്കി പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ വിട്ടേക്കും. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈൽ ചെയ്യാ എന്താണ് അപ്ലൈ ചെയ്യാവുന്നതാണ്. PGക്ക് ഇത് ഫിസിക്സ് ആണ് എടുത്തു വെച്ചേക്കുന്നത്. സോ ഫിസിക്സിൽ 50% മാർക്ക്, ബയോളജി ആണെങ്കിൽ ബയോളജിയിൽ 50% മാർക്ക്, അതുപോലെ തന്നെ 50ൽ കുറയാതെ, മറ്റേതാണ് കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിക്കും 50% കുറയാതെ മാർക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. ബാക്കി പ്രിഫറൻഷ്യൽ MPhil ഉണ്ടെങ്കിൽ യു ക്യാൻ അവൈൽ ദാറ്റ് പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ദെൻ 2 വർഷത്തെ റിസർച്ച് അല്ലെങ്കിൽ അനലിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. നോട്ടിഫിക്കേഷനിൽ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഫോർമാറ്റ് ഫില്ല് ചെയ്ത് നമ്മൾ കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷനും അവൈൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 635/2023 ബയോളജി ആണ്. സെയിം ആണ്. ബയോളജി ഡോക്യുമെന്റ് ആണ്. 35 ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്വാളിഫിക്കേഷൻ നോക്കാം. പേ സ്കെയിൽ സെയിം ആണ്. വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ വരുന്നത് ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് ഒക്കെ സെയിം ആണ്. 20-36 ആണ്. റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ 50% കുറയാതെ ഉള്ള മാർക്ക് വേണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ
ഞാൻ പറഞ്ഞല്ലോ കെമിസ്ട്രിക്കാർക്കും ഫിസിക്സുകാർക്കും 2 ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരേ സമയത്തുള്ളത്. സോ ഗോ ഫോർ ഇറ്റ്. ദെൻ എംഫിൽ ആണ് പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ. എംഫിൽ ഉള്ളവർ അത് എന്ത് ചെയ്യാ, പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് എംഫിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് 633 ആണ്, കെമിസ്ട്രി ആണ് അല്ലെ. ബാക്കിയൊക്കെ സെയിം ആണ്. ഇവിടെ ക്വാളിഫിക്കേഷനും കെമിസ്ട്രി ആണെന്നുള്ളതാണ്. PG ക്വാളിഫിക്കേഷൻ ആണ്. 50% കുറയാതെ കെമിസ്ട്രിയിൽ മാർക്കുള്ള ആളുകൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഈസ് ഓൾസോ സെയിം. ദെൻ 634/2023 ബയോളജി ആണ്, സെയിം ആണ്. സബ്ജക്ട് മാത്രമേ അവിടെയും വ്യത്യാസമുള്ളൂ. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കുക. ദെൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഞാൻ പിന്നെയും പറയുന്നില്ല. ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ബയോളജിയുടെ കേസിലേക്ക് വരുമ്പോൾ സുവോളജിക്കാർക്കും ബോട്ടണിക്കാർക്കും മാത്രമല്ല, ബാക്കിയുള്ള കുറെ ക്വാളിഫിക്കേഷൻസ് ഈ നോട്ടിഫിക്കേഷനിലുണ്ട്. ഇവിടെ തൊട്ട് മുൻപത്തെ വീഡിയോ കാണുക, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ കോഴ്സുകാരാണ് ഇക്വലന്റ്. മറൈൻ ബയോളജി ഉൾപ്പെടെ, പ്ലാന്റ് ബ്രീഡിംഗ് ജെനറ്റിക്സ് ഉൾപ്പെടെ, ബയോടെക്നോളജി പ്ലാന്റ് ബ്രീഡിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകള്. ബയോടെക്നോളജി അല്ല, ബയോടെക്നോളജി പ്ലാന്റ് ബ്രീഡിംഗ് കൂടെ വരുന്ന കോഴ്സുകളുണ്ടല്ലോ, രണ്ടും കൂടെ ചേർത്ത് വരുന്ന കോഴ്സുകളൊക്കെ ഇക്വലന്റ് ബോട്ടണി, ഇക്വലന്റ് സുവോളജി ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആണ് സയന്റിഫിക് ഓഫീസർ എന്താണ് എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞാണെങ്കിൽ ബയോളജി. ബാക്കിയുള്ള കേസിൽ ഈ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഓൾസോ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ക്വാളിഫിക്കേഷൻ ആയിട്ടോ മറ്റേതൊക്കെ ആയിട്ടോ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, കാരണം ലാസ്റ്റ് ഡേറ്റ് ആണ്. ദെൻ യു ക്യാൻ കോൺടാക്ട് us. ഓക്കെ, സോ നമുക്ക് ഈ പറയുന്ന വേക്കൻസീസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡോക്യുമെന്റ്സ് നോക്കാം, കാരണം കുറച്ച് വലിയൊരു പോപ്പുലേഷൻ വരുന്നതാണ് ഡോക്യുമെന്റ്സ്. കാരണം ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും ഒക്കെ വരുന്നതാണ്. അപ്പം ഈ പറയുന്ന ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് 2018 എക്സ്പയർഡ് ആയിട്ടുണ്ട്. ദെൻ ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് 25/5/2020 ടോട്ടൽ അഡ്വൈസ് പോയേക്കുന്നത് 20 അഡ്വൈസ് ആണ് പോയേക്കുന്നത്. അപ്പൊ നിലവില് ഡോക്യുമെന്റ്സിന് എന്തില്ല, ഒരു ലിസ്റ്റ് ഇല്ല, അത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ പുതിയതായിട്ട് നമുക്ക് വിളിച്ചേക്കുന്നത് ഇപ്പോഴാണ് 2020 ആ ലാസ്റ്റ് അഡ്വൈസ് പോയതിനു ശേഷം പിന്നെ ഇപ്പോഴാണ് 2023 ഡിസംബറിലാണ്, ഡിസംബർ 30-നാണ് ലാസ്റ്റ് വിളിച്ചിരിക്കുന്നത്. സോ എക്സാം പ്രോബബിളി അല്ലെ, എക്സാം ഈ വർഷം ഉണ്ടാവും. ഒക്ടോബർ കഴിഞ്ഞ് നമുക്ക് എപ്പോ വേണമെങ്കിലും എന്ത് പ്രതീക്ഷിക്കാം, എക്സാം പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് ഇപ്പോ ഇരിക്കുന്നത്. ഓക്കെ, ദെൻ ബയോളജിയിൽ 49 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. ആ ലിസ്റ്റ് ഇപ്പോഴും ആക്റ്റീവ് ആണ്. ഓക്കെ, ബയോളജിയുടെ ലിസ്റ്റ് ഇതുവരെ എന്തായിട്ടില്ല, ഡേറ്റ് എന്താണ് എക്സ്പയർഡ് ആയിട്ടില്ല. ബയോളജി ലിസ്റ്റ് ഇപ്പോഴും ഉണ്ട്. മെയിൻ ലിസ്റ്റ് 49 പേരുണ്ട്. അഡ്വൈസ് 19/1/2022 കേട്ടോ ലിസ്റ്റ് വന്നത്. ദെൻ അഡ്വൈസ് 20 വിളിച്ച് നോട്ടിഫിക്കേഷൻ ആണ്. 21 എക്സാം നടന്നു. 22-19 ജനുവരി 19 എന്താണ് മെയിൻ ലിസ്റ്റ് വന്നു. 29 അഡ്വൈസുകളാണ് പോയത്. 29 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫിസിക്സിൽ മെയിൻ ലിസ്റ്റ് സെയിം ആണ്. 49/19/1/2022 വന്നു. അഡ്വൈസ് 22 പോയിട്ടുള്ളൂ. ദെൻ പോയിട്ടുള്ളൂ എന്ന് വെച്ചാൽ കമ്പയർഡ് ടു ബയോളജി. ഓക്കെ, ദെൻ കെമിസ്ട്രിയുടെ കേസിൽ മെയിൻ ലിസ്റ്റ് 62 ആളുകളാണുള്ളത്. 27 അഡ്വൈസുകൾ പോയി കഴിഞ്ഞു. ഓക്കെ, നമ്മളിനി നമ്മുടെ ഇത്രയാണ് അപ്ലൈ ചെയ്യാനുള്ള ആളുകളൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, കെമിസ്ട്രിക്കാര് കെമിസ്ട്രി ഫിസിക്സുകാർ ഒരിക്കലും ഡോക്യുമെന്റ്സ് വെക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ട് സംസാരിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കോഴ്സിനെ എന്താണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ തന്നെത്താനെ പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എന്തിനാണ് കോഴ്സ് എടുക്കണമെങ്കിൽ എന്തിനാണ് നമ്മൾ ഒരു കോഴ്സിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യം എന്താണ്, നമുക്ക് അതിനെ പറ്റി നോക്കാം. അപ്പോ ഒരു കോഴ്സ് എടുക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ സിലബസ് കണ്ടാൽ നിങ്ങളുടെ ആ ഒരു ഡൗട്ട് മാറും. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. നിങ്ങൾ CSIR-NET പ്രിപ്പയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ UGC-യോ CSIR-ഓ നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് CSIR ലൈഫ് സയൻസ് എന്ന് പറഞ്ഞാണ് എക്സാം നടത്തുന്നത് അല്ലെ. അപ്പം അതിനകത്ത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷെ നമ്മൾ അവിടെ പഠിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവിടെ പഠിച്ചാൽ മതി. കാരണം 145 മാർക്കിലാണ് അവിടെ നമുക്ക് ചോദ്യങ്ങൾ, 145 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അതിൽ നമുക്ക് C പാർട്ടിൽ 25, B പാർട്ടിൽ ഒരു 35, A പാർട്ടിൽ ഒരു 15 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാം. അത്യാവശ്യം നമ്മൾ കറക്റ്റ് ആയിട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാം അല്ലെ, നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം സിലബസ് സെയിം ആണോ എന്ന് ചോദിച്ചാൽ സെയിം ഒന്നുമല്ല, CSIR-ൽ കൂടുതലുണ്ട്. എന്നാൽ പോലും ഇതിന് ഏകദേശം ഒക്കെ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന സിലബസ് തന്നെയാണ്.
ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CSIR-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രശ്നം ഉറപ്പായിട്ടും ഒരു ടഫ് ആയിട്ടുള്ള എക്സാം CSIR ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് CSIR ആണ്. കാരണം ക്വസ്റ്റ്യൻ ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ CSIR കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് 3 ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, അല്ലെ? ഒരേ എക്സാമിന് 3 ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പൊ കണ്ടുവരുന്ന 2021 മുതൽ കണ്ടുവരുന്ന ട്രെൻഡ് അനുസരിച്ച് ഒരേ എക്സാമിൽ തന്നെ 3 ലെവൽ ഓഫ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള, നമ്മൾ നോർമലി പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അത്യാവശ്യം PG ലെവൽ അങ്ങ് പഠിച്ചു പോകും, അല്ലെ? അത് പോരാ, ഏറ്റവും ബേസിക് നമ്മൾ NCERT ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന പല ബേസ് കൺസെപ്റ്റുകളും നമുക്ക് അറിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബേസ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, തീരെ ഫൗണ്ടേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ദെൻ ഇന്റർമീഡിയറ്റ്, ഇത് അത്യാവശ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് ഇന്റർമീഡിയറ്റ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പ്രശ്നം വരെ ഈ 2 എക്സ്ട്രീമിറ്റീസ് ആണ്, അല്ലെ? ഒന്ന് ബേസ് ലെവലുള്ളതും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ലെവലും. അപ്പൊ ഈ 2 ലെവലും ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇന്റർമീഡിയറ്റ് ലെവൽ ഓൾറെഡി ഇത് കവർ ആയിക്കോളും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3 ലെവലിലുള്ള ചോദ്യങ്ങളും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അപ്പോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കണം എന്നില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് പുറകിൽ നിന്ന് എന്തായാലും ഒരാളുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കും, അല്ലെ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ എവിടുന്നാ പഠിക്കുക? ഇതറിയണമെന്നില്ല. നമ്മൾ പഠിക്കുന്ന PG കഴിഞ്ഞ ഒരാൾക്ക് PGയുടെ സമയത്ത് നിങ്ങൾ കോളേജിൽ നിന്ന് തരുന്ന നോട്ടുകൾ വെച്ചിട്ടോ നെറ്റിൽ നിന്ന് തപ്പിയിട്ടോ ഒക്കെയാണ് പഠിക്കുക. പക്ഷെ നമുക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള, നിങ്ങള് ഡിഗ്രിക്കും PGക്കും 5 വർഷം പഠിച്ച എല്ലാ കാര്യങ്ങളും, എല്ലാ സബ്ജക്റ്റുകളും, എല്ലാ പേപ്പറുകളും വരുന്ന സിലബസ് ആണ് ഈ പറയുന്ന സയന്റിഫിക് ഓഫീസർ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ബയോളജിയുടെ കേസ് ഉദാഹരണം, ഞാൻ ബയോളജി ആയതുകൊണ്ട് ഞാൻ ബയോളജി ഉദാഹരണം പറയാം. മോളിക്കുലാർ ബയോളജി, സെൽ ബയോളജി തുടങ്ങിയിട്ട് എല്ലാ കോഴ്സുകളും, എല്ലാ പേപ്പറുകളും വന്നിട്ടുണ്ട്. അനിമൽ ഡൈവേഴ്സിറ്റി, ഫിസിയോളജി, ബയോ കെമിസ്ട്രി എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് നോട്ട് തപ്പിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സമയം കിട്ടില്ല, അല്ലെ? ഓരോ സബ്ജക്റ്റിനും നോട്ട് തപ്പിപ്പോയി, ഒന്നാമത്തെ കാര്യം ഇത് എങ്ങും അവൈലബിൾ അല്ല. ഇപ്പൊ നമ്മൾ ആ സിലബസിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് എല്ലാം ഒരു സ്ഥലത്ത് ഒരു കുടക്കീഴിൽ അവൈലബിൾ അല്ല. ഒരു ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫിസിയോളജി, നമ്മൾ ഒരു ടെക്സ്റ്റിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ടുകളെല്ലാം തന്നെ അവിടുന്ന് അവൈലബിൾ അല്ല. ചില സാധനങ്ങൾ ഒരു ടെക്സ്റ്റിലും കാണില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമുക്ക് ഈ നോട്ട് കളക്ട് ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കുക, അല്ലെ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വേറൊരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞു. നമ്മൾ PGക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്, അല്ലെ? നിങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടോപ്പിക് ഓരോ ആൾക്കാരെ ഡിവൈഡ്, ദ സെയിം പ്രിൻസിപ്പിൾ നമുക്ക് ഇവിടെ ചെയ്യാം, അല്ലെ? ആ പരിപാടി നമുക്ക് വിട്ടുതരിക. പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് വിൽ കളക്ട് നോട്ട്സ് ഫോർ യു. അപ്പൊ എളുപ്പമാണ്. നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, ക്ലാസ് നിങ്ങൾക്ക് കേൾക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മാത്രം മതി, അല്ലെ? അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഈ നോട്ട് കളക്ട് ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് അത് ചെയ്യാന്നുള്ളത്. ആൻഡ് സെക്കൻഡ്, രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആവണം, അല്ലെ? നമ്മള് കുറച്ച് മടി പിടിച്ചു പോകും. നമ്മൾ തന്നെ ചെയ്യുന്ന സമയത്ത് കുറെയൊക്കെ നമുക്ക് എന്താണ്, പിന്നെ ആവട്ടെ, പ്രൊക്രാസ്റ്റിനേഷൻ ഒക്കെ അവിടെ വരും. പിന്നെ ആവട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കോഴ്സ് ആവുമ്പോൾ നമ്മൾ ആ കോഴ്സിന്റെ കൂടെ കുറെയെങ്കിലും കൂടെ പോകും. അതുപോലെ തന്നെ എക്സാമുകള്, റിവിഷന്, മോക്ക് എക്സാമുകള്, മോക്ക് ടെസ്റ്റുകള്, ഇതെല്ലാം തന്നെ കോഴ്സിന്റെ കൂടെ പൊക്കോളും. മനസ്സിലായോ? അപ്പൊ നമ്മള് ഒരു പരിധി വരെ കോഴ്സിന്റെ കൂടെ പോകും. ഒരു പരിധി വരെ നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് ഇൻസ്പയർഡ് ആവും. നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ കയ്യിൽ നോട്ട് ഉണ്ടാവും, അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് കുറെ കൂടെ നമ്മുടെ പണി എളുപ്പമാക്കാൻ നമ്മൾ പിന്നെ പഠിച്ചാൽ മതി, അല്ലെ? നമുക്ക് സമയമില്ലാത്ത സമയത്ത്, ഇപ്പൊ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ജോലിയൊക്കെ ചെയ്യുന്നതിന് ഇടയ്ക്ക് നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും, നമുക്ക് വായിക്കാൻ സമയം ഇല്ലെങ്കിൽ കൂടെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ കോഴ്സ് വഴി, ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിന് വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. നമുക്ക് കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കും. തന്നെ പഠിക്കുന്നതിനേക്കാളും കുറെ കൂടെ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. തന്നെ പഠിക്കുമ്പോൾ പ്രശ്നം ഇതാണ്, ഇറ്റ് വിൽ ടേക്ക് ടൈം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയാണ്. നോട്ട് കളക്ട് ചെയ്യണം, ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യണം, ഇത് നമ്മൾ ചെയ്യണം, നമ്മൾ MCQ അറ്റൻഡ് ചെയ്യണം, നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം, അല്ലെ? അപ്പൊ ഇതൊക്കെ വേറൊരാളെ ഏൽപ്പിക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ചു തുടങ്ങുക.
അപ്പൊ വേറെ ഒന്നും ആലോചിക്കേണ്ട, പഠിച്ചു തുടങ്ങുക, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നമ്മൾ സിലബസ് വരാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന കൺഫർമേഷൻ വരാനോ ഒന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല. എന്താണ്, സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ നൗ. അപ്പൊ നമ്മുടെ എൻട്രിയുടെ കോഴ്സിന്റെ പ്രത്യേകതകളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ, നമുക്കൊരു പ്രീ കോഴ്സ് ആക്ടിവിറ്റി ഉണ്ട്. കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചിന്റെ പ്രീ കോഴ്സ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് നോക്കാം. പ്രീ കോഴ്സ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത്, ഫസ്റ്റ് വരുന്നത് സിലബസ് ഡിസ്കഷൻ ആണ്. നോർമലി നമ്മൾ ചെയ്യുന്നത് ഒരു കോഴ്സ് എടുക്കുന്നു, അല്ലെ നമ്മൾ പഠിക്കുന്നു, നമ്മൾ എവിടുന്നെങ്കിലും ഒക്കെ ഡിഗ്രി ടെക്സ്റ്റോ PGക്ക് പഠിച്ച നോട്ടോ ഒക്കെ വെച്ച് അങ്ങ് തുടങ്ങും. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തു നിന്നും, അല്ലെ, നേരത്തെയൊക്കെ മോളിക്കുലാറും സെല്ലിനും ഒക്കെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൂടുതലായിരുന്നു. ഇപ്പൊ പക്ഷേ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാല്, നമ്മള് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിക്കുന്ന പോർഷനിൽ നിന്ന് പോലും ഇൻഡെപ്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഈവൻ അനിമൽ ഡൈവേഴ്സിറ്റി, ഫിസിയോളജി എന്നൊക്കെ, അല്ലെങ്കിൽ അത് മാത്രമല്ല എല്ലാ സിലബസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന മൊഡ്യൂളുകളിൽ നിന്ന് അത്യാവശ്യം എല്ലായിടത്തും തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിലബസിനെ അറിയുക എന്നുള്ളതാണ്. അപ്പൊ സിലബസിനെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തോരം ഉണ്ട്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. അപ്പൊ അതില് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, HSST VHSEക്ക് വേണ്ടി പഠിച്ച ആളുകള്, ഇപ്പോ B.Ed ഉള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്, നോർമൽ PG മാത്രമുള്ള ആളുകളെ അല്ല. നമ്മൾ കുറെ ആളുകള്, എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറെ ആളുകളെ അറിയാം. ഇപ്പൊ കഴിഞ്ഞ HSSTക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ VHSEക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ, എല്ലാ സബ്ജക്റ്റുകൾക്കും. അപ്പൊ മിക്ക സബ്ജക്റ്റുകൾക്കും സെയിം സിലബസ് ആണ് വന്നിരിക്കുന്നത്. ഉദാഹരണം നമുക്ക് ബോട്ടണി എടുക്കാം. ബോട്ടണി, HSST ബോട്ടണിയുടെ സെയിം സിലബസ് അതേമാതിരി കോപ്പി പേസ്റ്റ് ആണ്. സുവോളജിയിൽ കുറച്ച് അഡീഷൻസ് ഉണ്ടെങ്കിലും ഒരു ബേസിക് സ്കെലട്ടൺ അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള സബ്ജക്റ്റിലും നമുക്ക് സെയിം ആയിട്ട് ആ സിലബസിനെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാം. അപ്പൊ ഇതൊരു ചാൻസ് ആണ് അവർക്ക്, കാരണം അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും, അവർക്കൊന്ന് റിവൈസ് ചെയ്താൽ മതിയായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് സിലബസിനെ അറിയണം, സിലബസിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയണം, എവിടേക്കാണ് ഏത് മൊഡ്യൂളിലാണ് ഉള്ളതെന്ന് അറിയണം, ഏതൊക്കെയാണ് ഇതിന് മുമ്പ് ചോദിച്ചത്. നമ്മളൊരു ചോദ്യം ചെയ്യുമ്പോൾ PYQ ചെയ്യുന്ന സമയത്ത് അപ്പൊ ആ ചോദ്യം എവിടുന്നാണ് സിലബസിൽ വന്നത് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടോപ്പിക് നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോൾ യു ഷുഡ് മാർക്ക്, അല്ലെ, അത് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യണം, സോ അത് മാർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള സിലബസ് പ്രിന്റ് എടുത്ത് വെച്ച് തന്നെ മാർക്ക് ചെയ്ത് വേണം സിലബസ് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ബ്രോഡ് ആയിട്ടൊരു സിലബസ് ഡിസ്കഷൻ ആണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ആ സിലബസ് ഡിസ്കഷനകത്ത് എവിടേക്കാണ് ഇതിന് മുമ്പ് ചോദിച്ചിരിക്കുന്നത്, എവിടെയാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്, എല്ലാം പറഞ്ഞിട്ട് സിലബസ് ഡിസ്കഷൻ പോകുന്നത്. ദെൻ അടുത്തത് നമുക്ക് അറിയേണ്ടത്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെ, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ പൊസിഷൻ. പല ആളുകൾ ഉണ്ടാവും, PG കഴിഞ്ഞ് വർഷങ്ങളായിട്ട് ഇതൊന്നും ഇല്ലാതെ, അല്ലെ, നമ്മുടെ ജനറൽ PSCക്ക് പ്രിപ്പയർ ചെയ്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ മൊത്തം പോയിട്ടുണ്ടാവും, മൊത്തം സബ്ജക്റ്റ് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ PG കഴിഞ്ഞ് ജോലിക്ക് പോയിട്ടുണ്ടാവും, എന്നാ ഇപ്പൊ പഠിച്ചേക്കാം എന്ന് വിചാരിച്ച് വരുന്ന ആളുകളുണ്ടാവും, സെയിം ആണ്, ചിലപ്പോൾ മൊത്തം പോയിട്ടുണ്ടാവും, അല്ലെ. അതേ സമയത്ത് PG കഴിഞ്ഞ ഫ്രഷേഴ്സ് ഉണ്ടാവും, PG കഴിഞ്ഞ് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ പഠിപ്പിക്കാനൊക്കെ കയറി ഗസ്റ്റ് ആയിട്ട് കയറിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ പല ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ്, പല റേഞ്ചിലുള്ള ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്, അതെ. അപ്പൊ എവിടെയാണ് നിങ്ങളുടെ പൊസിഷൻ എന്ന് നിങ്ങൾക്ക് തന്നെയും അതുപോലെ നമ്മൾക്കും ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അടുത്ത സെഷൻ ലെവൽ ചെക്കിംഗ്, ഒരു ചെറിയൊരു എക്സാം ആണ്. ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു എക്സാം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എവിടെയാണ് നമ്മുടെ പൊസിഷൻ എന്ന് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാനും നമുക്ക് അനലൈസ് ചെയ്തിട്ട് കോഴ്സ് ഡിസൈൻ ചെയ്യാനുമാണ് ഈ രണ്ടാമത്തെ പ്രീ കോഴ്സ് ആക്ടിവിറ്റി ആയിട്ടുള്ള ലെവൽ ചെക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി അത് ഒന്നുമില്ല, മാർക്ക് ഒന്നും നമ്മൾ പിന്നെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ നമുക്ക് ഒരു ബോധം, സെൽഫായിട്ട് നമുക്കൊരു ബോധം ഉണ്ടാവുക, അതുപോലെ നമുക്കത് മനസ്സിലാക്കിയിട്ട് ഏത് ലെവലിൽ നമുക്ക് ക്ലാസ് പോകണം എന്നൊക്കെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രീ കോഴ്സ് ആക്ടിവിറ്റി ലെവൽ ചെക്കിംഗ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് PYQയിലേക്കാണ്, അല്ലെ. നമുക്ക് നമ്മുടെ മുൻപിലുള്ളത് ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് 1 to 100 ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡെപ്ത് ഡിസ്കഷനെ അല്ല. ആദ്യത്തെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചൊക്കെ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാം പരിചയപ്പെട്ടു പോകും.
ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് PYQ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് കിട്ടും. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനെയൊക്കെ പരിചയപ്പെട്ട് പോവാണ്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് ചോദ്യം വന്നത്, ഈ ക്വസ്റ്റ്യൻസ് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചോദിക്കുന്നത്, ഏത് ടൈപ്പിലൊക്കെയാണ് ചോദ്യം. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ആൻസർ അങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാല് പല ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ സെറ്റിൽ മാത്രം കണ്ടിരുന്ന ഒരു ചോദ്യമാണ് റീസൺ അസേഷൻ ടൈപ്പ് ചോദ്യങ്ങൾ, അല്ലെ? ഒരു സാധനം തരും, എന്റെ റീസൺ തരും, അപ്പൊ ഓപ്ഷൻസ് റീസൺ കറക്റ്റ് ആണ്, എക്സ്പ്ലനേഷൻ മാത്രം കറക്റ്റ് ആണ്, രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ നമുക്കൊന്ന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ആവും, ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായിരിക്കും. പിന്നെ നമുക്കറിയാം ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പൊ എല്ലാ എക്സാമിലും കാണുന്ന സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങള്, പിന്നെ ഈവൻ മാച്ച് ദ ഫോളോവിങ് ചോദ്യങ്ങള്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ പാറ്റേൺ ഓഫ് ചോദ്യങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബേസിക്, മീഡിയം ആൻഡ് ഹൈ, ഇങ്ങനെ ഇൻഡെപ്ത് ചോദ്യങ്ങൾ. അപ്പൊ ഇങ്ങനെ 3 ലെവൽ ഓഫ് ചോദ്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് റിയൽ ആയിട്ട് മനസ്സിലാക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ PYQ ചെയ്യുന്നത്, അല്ലെ? അതുപോലെ സിലബസിൽ ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്, ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അല്ലെ, ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ PYQ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് ആദ്യത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇൻഡെപ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫിനിഷ് ചെയ്യണം. അപ്പം ആ ക്വസ്റ്റ്യൻസിനെ 100 എണ്ണത്തിനെയും മനസ്സിലാക്കി അതിന്റെ ആൻസർ കണ്ട് അതിന്റെ റീസൺ പറഞ്ഞ് നമ്മൾ പോയി 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. വിത്തിൻ ഒരു 2 to 3 ഡേയ്സിൽ നമ്മൾ ആ PYQ ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള നമ്മളുടെ പ്രീ കോഴ്സ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞു, സിലബസ് ഡിസ്കസ് ചെയ്തു, നമ്മുടെ ലെവൽ ചെക്ക് ചെയ്തു, PYQ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇനി വരുന്നത് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോളിക്കുലർ ബയോളജി, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്സിലൊക്കെയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ബാച്ചില്. അപ്പം അത്തരത്തിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ് വെച്ച് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ എപ്പോഴും ഈ ഫൗണ്ടേഷൻ ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബേസിക് ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും താഴത്തു നിന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ? കാരണം നമുക്ക് അവിടുന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായ മാത്രം പോരാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പല പോപ്പുലേഷനുള്ള ആളുകളുണ്ട്, എല്ലാവർക്കും മനസ്സിലാണ്, നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും ബേസ് ലെവൽ, ഏറ്റവും ലോ ലെവലിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഏറ്റവും ഇൻഡെപ്തിലേക്കാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് റെഫറൻസ് ടെസ്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെക്കോർഡ് ക്ലാസ്സുകളിൽ ഇൻഡെപ്ത് ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും, ഓരോ ടോപ്പിക്കിനും ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്നു. ദെൻ നമുക്ക് വീക്കെൻഡിൽ ലൈവ് സെഷൻസ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ലൈവ് സെഷൻസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് വരും, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും, തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ക്ലാസ് ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ കാണുന്ന സമയത്ത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാവും, അല്ലെ? അപ്പം ആ സംശയങ്ങളെ, നിങ്ങളുടെ ആ ടെൻഷൻസിനെയും സംശയങ്ങളെയൊക്കെ തീർക്കാനായിട്ടുള്ള വാട്സാപ്പ് സപ്പോർട്ട്, അതുപോലെ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. മെന്ററിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം ഉണ്ടാവും. യു ക്യാൻ കോൺടാക്ട് ദാറ്റ് മെന്ററിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? ഇപ്പൊ ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ധാരാളം മോക്ക് ടെസ്റ്റുകൾ, നിങ്ങൾ ഇതുപോലെ പഠിച്ചു പോയിട്ട് മാത്രം യാതൊരു കാര്യവുമില്ല. മോക്ക് ടെസ്റ്റുകൾ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ പഠിച്ച സാധനം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം, അല്ലെ? 10ഓ 20ഓ ക്വസ്റ്റ്യൻ അല്ല, ധാരാളം 100 കണക്കിന് 1000 കണക്കിന് ചോദ്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിൽ എക്സൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ധാരാളം മോക്ക് ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ മോക്ക് ടെസ്റ്റുകള്, ദെൻ റിവിഷൻ ടെസ്റ്റുകള്, സ്പേസ്ഡ് റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല, റിവിഷൻ ചെയ്തേ പറ്റുള്ളൂ. സ്പേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ വേണം, കൃത്യമായിട്ടുള്ള റിവിഷൻ വേണം, ടൈം ടേബിൾ വെച്ച് റിവൈസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഓർത്തിരിക്കുള്ളൂ. നമ്മൾ ആക്ച്വലി ഒരു സാധനം പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ മനസ്സത് പറയും, ഞാൻ പഠിച്ചു, എനിക്കറിയാം. പക്ഷെ ആക്ച്വലി ഇവിടെ സംഭവിക്കും, നമ്മൾ അതിൽ ഒരു 80% കാര്യങ്ങൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ മടിയാണ് റിവൈസ് ചെയ്യുക എന്നുള്ളത്, വളരെ മടിയായിട്ടുള്ള കാര്യമാണ്. കാരണം നല്ല ബോറ് പരിപാടിയാണ്, അല്ലെ? അപ്പം സ്പേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ഇല്ലാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് റിവിഷൻ ക്ലാസ്സുകൾ, ദെൻ റിവിഷൻ ടെസ്റ്റുകൾ, ഇതൊക്കെ ഉണ്ടാവും. ദെൻ ഓറിയന്റേഷൻ സെഷൻ കുറെ കഴിയുമ്പോൾ, ഇതൊക്കെ പഠിച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ ഇപ്പൊ ഉള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല കുറെ കഴിയുമ്പോൾ ഉണ്ടാവുക. കുറെ കഴിയുന്ന സമയത്ത് ഒക്ടോബർ വരെ നമുക്ക് സമയമുണ്ട്, അല്ലെ? കുറെ കഴിയുന്ന സമയത്ത് നമ്മൾ മെന്റലി ഡൗൺ ആവും പല സമയത്തും, പ്രത്യേകിച്ച് ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെ? അപ്പം നിങ്ങൾക്കുള്ള ഓറിയന്റേഷൻ സെഷനുകള്, മോട്ടിവേഷൻ സെഷനുകള്, അപ്പൊ ഇതെല്ലാം നമുക്ക് ഉണ്ടാവും.
ദെൻ ഒരു ഗോൾഡ് ബാച്ച് ഉണ്ട്. ഗോൾഡ് ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നോർമൽ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീക്കെൻഡ് ലൈവ് സെഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഗോൾഡ് ബാച്ച് എന്ന് പറയുമ്പം കുറെ കൂടെ ഒരു സപ്പോർട്ട്, മെന്റർ സപ്പോർട്ട്, ഫുൾ ടൈം മെന്റർ സപ്പോർട്ട് ഉണ്ട്. ഈ സപ്പോർട്ട് കൂടാതെ ലൈവ് ക്ലാസ്സുകൾ കൂടുതൽ ഉണ്ടാവും അല്ലെ. ലൈവായിട്ട് റെക്കോർഡഡ് സെഷൻസ് കൂടാതെ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാക്കൽറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും അല്ലെ. ലൈവായിട്ട് ക്വസ്റ്റ്യൻ, മിക്കവാറും ലൈവ് സെഷൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ് ചെയ്യാറ്. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വരിക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഗോൾഡ് ബാച്ചിലെ ലൈവ് സെഷൻസിൽ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നത്. കൂടുതൽ ലൈവ് സെഷൻസ് ആണ് ഗോൾഡ് ബാച്ചിൽ ഉണ്ടാവുക. പിന്നെ നമുക്കറിയാലോ നോട്ട് ഉണ്ടാവും. അതിൽ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നോട്ടിന്റെ പ്രത്യേകത, നോട്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോകണം നോട്ട് കളക്ട് ചെയ്യാനാണ്. അപ്പൊ നോട്ടിന്റെ കേസിൽ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം തന്നെ അത്യാവശ്യം എല്ലാവരും തന്നെ നെറ്റും JRF ഉള്ള ആളുകളാണ് അല്ലെ. എല്ലാവരും തന്നെ അത്യാവശ്യം ഹൈ ലെവൽ നോളജ് ഉള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഹൈ ലെവൽ റെഫറൻസ് ടെക്സ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തു പോകുന്നത്. നിങ്ങളുടെ നോട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന നല്ല എന്താണ് ഹൈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളുടെ ഒരു കാച്ചി കുറുക്കിയ നോട്ടായിരിക്കും അല്ലെ. വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള വളരെ എന്താണ് ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളുടെ എന്താണ് കണ്ടന്റുകളായിരിക്കും നോട്ട്സിൽ ഉണ്ടാവുക. ഇതാണ് കൂടുതലായിട്ട് എക്സാമുകളിൽ കാണാറുള്ളത് അല്ലെ. അല്ലാതെ നമ്മൾ നെറ്റിൽ നോക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും തന്നെ സാധാരണ ചോദിക്കാറില്ല. കൂടുതലായിട്ട് വരുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോട്ടുകളാണ് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പഠിച്ച് തുടങ്ങുക, അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യുക. അതുപോലെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ബാക്ക് എൻഡ് സപ്പോർട്ട് ആയിരിക്കും നിങ്ങൾക്ക് അങ്ങ് അറ്റം വരെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, മിസ്സാക്കാതെ അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.